ഹലോ മച്ചവരെല്ലാവർക്കും വീട്ടിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ കയ്യിൽ വാഹനമുണ്ടെങ്കിൽ, വാഹനം സർവീസിനായിട്ടുണ്ടെങ്കിൽ, ബൈക്കോ കാറോ ഏത് വാഹനമാണെങ്കിലും സർവീസ് ടൈം ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോറൂമിൽ നിന്നും അവർ വിളിച്ചറിയിക്കാറുണ്ടല്ലേ. നിങ്ങളുടെ വാഹനം സർവീസിനായിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ സർവീസിന് കൊണ്ടുവരിക, ഇന്ന് കൊണ്ടുവരാൻ പറ്റുമോ അല്ലെങ്കിൽ നാളെയാണെങ്കിലും കൊണ്ടുവരിക എന്ന് പറഞ്ഞ് നമ്മളോട് വിളിച്ച് പറയാറുണ്ടല്ലേ. എന്നാൽ എന്തുകൊണ്ടാണ് അവർ ഇത്രയും കറക്റ്റായി സർവീസ് ടൈം നോക്കി നമ്മളെ വിളിച്ചു പറയുന്നത്? നമ്മുടെ വാഹനം വളരെ സുരക്ഷയോടെയും സേഫ്റ്റിയോടെയും യാതൊരു കംപ്ലൈന്റും ഇല്ലാതെ തുടർന്ന് ഓടണമെന്ന് അവർക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണോ? എന്നാൽ അല്ല. പിന്നെന്തുകൊണ്ടാണ്? ഈ ഷോറൂം ഉടമയ്ക്ക് സർവീസിന് പോയി അതിൽ നിന്നും ക്യാഷ് ലഭിക്കണം എന്നുള്ളത് കൊണ്ടാണോ അവിടുത്തെ സ്റ്റാഫ് നമ്മളെ വിളിച്ചോർമ്മപ്പെടുത്തുന്നത്? എന്നാൽ അത് ഒരു വശമാണ്. എന്നാൽ അതുമല്ല. പിന്നെ എന്തുകൊണ്ട് അവർ കറക്റ്റ് ഡേറ്റ് നോക്കി നമ്മളെ വിളിച്ച് ഓർമ്മപ്പെടുത്തുന്നു? അവർക്ക് ഒരു വാഹനം സർവീസിന് പോയിട്ടുണ്ടെങ്കിൽ, ടൂ വീലർ ആണെങ്കിൽ ഒരു വാഹനത്തിൽ നിന്നും 10 രൂപ അവർക്ക് ലഭിക്കും. ആ അടിസ്ഥാനത്തിലാണ് അവർ നമ്മളെ കറക്റ്റ് ഡേറ്റ് നോക്കി വിളിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. അതേപോലെ വലിയ വാഹനങ്ങളാണ് സർവീസിന് നമ്മൾ കൊണ്ടുപോകുന്നത്, കാറോ ജീപ്പോ ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ ആ വലിയ വാഹനത്തിന്റെ സർവീസിന് പോകുമ്പോൾ അവർക്കുള്ള കമ്മീഷനും കൂടും. 10 എന്നുള്ളത് ഇപ്പോൾ 10 എന്നുള്ളത് 20ഓ 50ഓ ഒക്കെ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അവർക്ക് ഓരോ വാഹനത്തിൽ നിന്നും 10ഉം 50ഉം ഒക്കെ കമ്മീഷൻ കിട്ടുന്നത് കൊണ്ടാണ് അവർ കറക്റ്റ് ഡേറ്റ് നോക്കി നമ്മുടെ വാഹനം സർവീസിന് കൊണ്ടുപോകാൻ ടൈമായി എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വാഹനം കറക്റ്റായി സർവീസ് ചെയ്യണം, കംപ്ലൈന്റുകളൊന്നും ഇല്ലാതെ ഓടണം എന്നുള്ള ആഗ്രഹം അവർക്കുള്ളത് കൊണ്ടല്ല. അതല്ലാതെ മുതലാളിക്ക് കറക്റ്റായി പൈസ ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടുമല്ല അവിടെയുള്ള സ്റ്റാഫ് നമ്മളെ വിളിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. അവർക്കൊരു വാഹനം സർവീസിന് പോയാൽ ശമ്പളം കൂടാതെ 10 രൂപ കമ്മീഷനായി ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ശമ്പളം മാസം 3000 രൂപയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു വാഹനം സർവീസിന് പോയാൽ 10 രൂപ കിട്ടും. അങ്ങനെ 10 വാഹനം പോയി കഴിഞ്ഞാൽ അവർക്ക് 100 രൂപ ഒരു ദിവസം കിട്ടും. അങ്ങനെ ആവുമ്പോൾ മാസം 3000 രൂപ കിട്ടും. അപ്പോൾ 6000 രൂപ അവർക്ക് ശമ്പളം കിട്ടും. ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഷോറൂമിലുള്ള അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും നമ്മളെ വിളിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ വാഹനം നമ്മൾ എടുക്കുവാനായി ഒരു ഷോറൂം സന്ദർശിച്ചു എങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾ വേഗം ഓടി വന്ന് നമ്മളെ എടുക്കാൻ ആഗ്രഹിക്കാതെ വെറുതെ നോക്കാൻ പോയതാണെങ്കിൽ പോലും വാഹനം നമ്മളെ കൊണ്ട് അവർ എടുപ്പിക്കും. സംസാരിച്ച് വീഴ്ത്തി നമ്മളെ കൊണ്ട് ആ വാഹനം എടുപ്പിക്കും. അത് അവരുടെ ഒരു കഴിവാണ്. അങ്ങനെ നമ്മൾ വാഹനം എടുത്താലും അവർക്ക് കമ്മീഷനാണ്. ഒരു ടൂ വീലർ എടുത്തു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 2500 രൂപ അവർക്ക് കമ്മീഷൻ ലഭിക്കും. അതേപോലെ വലിയ വാഹനങ്ങളാണെങ്കിൽ 10ഉം 15ഉം പറഞ്ഞ പോലെ കമ്മീഷൻ ലഭിക്കും. വലിയ വലിയ കാറുകളൊക്കെ എടുക്കുകയാണെങ്കിൽ 10-15 രൂപയൊക്കെ അവർക്ക് കമ്മീഷൻ ലഭിക്കാറുണ്ട്. ഈ കമ്മീഷൻ അടിസ്ഥാനത്തിലാണ് നമ്മളെ കൊണ്ട് വാഹനം നോക്കാൻ പോയാൽ പോലും അവർ എടുപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു കമ്മീഷൻ ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല, വെറും ശമ്പളം മാത്രമാണെങ്കിൽ അവർ ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് സംസാരിച്ച് നമ്മളെ വീഴ്ത്തി ബൈക്കോ കാറോ ഒന്നും നമ്മളെ കൊണ്ട് എടുപ്പിക്കില്ല. കാരണം അവർക്ക് മാസമായാൽ ശമ്പളം കിട്ടുന്നുണ്ട്. അതല്ലാതെ അഡീഷണൽ ആയിട്ട് അവർക്ക് കാറോ ബൈക്കോ എന്ത് പോയാലും കമ്മീഷൻ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അടിച്ചേൽപ്പിച്ച് നമ്മളെ നിർബന്ധിച്ച് അത് എടുപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടാകില്ല. ഷോറൂമുകാർക്ക് അപ്പോൾ വലിയ സെയിലൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംസാരിക്കാൻ കഴിവുള്ള സ്റ്റാഫുകളെ അവിടെ നിർത്തി സംസാരിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് വാഹനം എടുപ്പിക്കുന്നത്. ഇതെല്ലാം ഓരോ ട്രിക്കുകളാണ്, അവരുടെ ബിസിനസ് ട്രിക്കാണ്. അതെന്തായാലും നല്ല കഴിവുള്ള ആൾക്കാരെ നിർത്തിക്കൊണ്ട് ബിസിനസ് പിടിക്കുന്ന ഒരു സംവിധാനം നല്ലത് തന്നെയാണ്. കാരണം സംസാരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയെ കൊണ്ടുപോയി അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ കസ്റ്റമറെ അവർക്ക് വീഴ്ത്തുവാൻ കഴിയില്ല. ഇവർക്ക് ഭയങ്കര കഴിവുകളാണ്. സംസാരിച്ച് ഓരോ കസ്റ്റമറെയും വളരെ ഈസിയായി കസ്റ്റമറെ വീഴ്ത്തി അവിടെ നിന്നും വാഹനം എടുപ്പിക്കുന്നത്. ഇത്തരത്തിലാണ് നമ്മളെ വാഹനങ്ങൾ സർവീസിനായാലും നമ്മൾ വാഹനം എടുക്കാൻ പോയാലും നമ്മളെ നിർബന്ധിച്ച് എടുപ്പിക്കുന്നതും സർവീസിന് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നതും. അപ്പോൾ ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുവാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി നേരെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ. നിങ്ങളുടെ സപ്പോർട്ടുകളും സഹകരണങ്ങളും തുടർന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു.